പ്രിയപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മളുടെ ശ്രീ രാജേഷ് സാറ്, ഇപ്പോഴീ വേദിയിൽ സന്നിഹിതരായ ശ്രീ പ്രമോദ് വെളിനാട്, ശ്രീ സത്യൻ ചേട്ടൻ, അതുപോലെ തന്നെ മുളക്കുഴ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രിയ ജ്യേഷ്ഠ സഹോദരൻ സദാനന്ദ ചേട്ടൻ, ഇവിടെ ഒത്തുചേർന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പാളോം ഗ്രൂപ്പിന്റെ 5ാമത് കുടുംബ സംഗമത്തിൽ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി കുടുംബമായി എത്തിച്ചേർന്ന് ഇന്നലെ മുതൽ ഇവിടെ സന്നിഹിതരായി നിൽക്കുന്ന സാഹചര്യത്തിൽ 5 കുടുംബ സംഗമങ്ങളിൽ 4 കുടുംബ സംഗമങ്ങളിലും പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആദ്യ കുടുംബ സംഗമ സമയത്ത് ഞാൻ ഈ ഗ്രൂപ്പിൽ അംഗമല്ലായിരുന്നു. 2ാമത്തെ കുടുംബ സംഗമം മുതലാണ് ഞാൻ അംഗമായിട്ടുള്ളത്. എല്ലാ വർഷവും പരമാവധി കുടുംബമായി തന്നെ എത്തിച്ചേർന്ന് ഈ കൂട്ടായ്മയുടെ ഭാഗമാകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഇതുപോലൊരു പുരസ്കാര ജേതാവായി ആദ്യമായിട്ടാണ് ഞാൻ ഈ വേദിയെ സമീപിക്കുന്നത്. പട്ടികജാതി സമുദായ സംഘടനകളുടെ പ്രവർത്തനങ്ങളിൽ ദുഷ്കരമായ ഒരു പാത തന്നെയാണ് സമുദായ നേതാക്കന്മാർക്കുള്ളത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സമുദായ സംഘടനാ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടല്ല ഞാനിതിനെ കാണുന്നത്. സമുദായ സംഘടന പ്രവർത്തിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ആ ശ്രമത്തെ ശ്ലാഘിച്ചുകൊണ്ടാണ് ഈ അംഗീകാരം നൽകിയിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ കടന്നു വന്നപ്പോൾ വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമുണ്ട്, സംഘടനാപരമായ ചില കാര്യങ്ങൾ. കാവാരികുളം കണ്ണകുമാരനാൽ സ്ഥാപിതമായ സംഘടനകളുടെ പിന്തുടർച്ച അവകാശപ്പെടുന്ന സംഘടനാ പ്രവർത്തനങ്ങൾ, സമുദായ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മൾ കാഴ്ചവെക്കുന്നത്. അതില് കാവാരികുളം കണ്ണകുമാരൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നേടിത്തന്ന കുടിപ്പള്ളിക്കൂടങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം സംഭവർക്കായിട്ട് ഒരുക്കി തന്ന സൗകര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ അധ്യക്ഷൻ വളരെ വിശദമായി ഇവിടെ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹം ബാക്കി വെച്ചിട്ട് പോയ 52 കുടിപ്പള്ളിക്കൂടങ്ങളുടെ ഓർമ്മകളെ നിലനിർത്തുവാൻ അദ്ദേഹത്തിന്റെ ഛായാചിത്രമെങ്കിലും ആ സ്കൂളുകളിൽ സ്ഥാപിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഡെപ്യൂട്ടി സ്പീക്കറിന്റെ മുന്നിലും അദ്ദേഹം വെക്കുകയുണ്ടായി. തീർച്ചയായും അതെല്ലാം അംഗീകരിക്കപ്പെടേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ 52 കുടിപ്പള്ളിക്കൂടങ്ങളെ കണ്ടെത്തി ഛായാചിത്രങ്ങൾ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ നാമം കാവാരികുളം കണ്ടൻകുമാരൻ മെമ്മോറിയൽ സ്കൂളുകളാക്കി മാറ്റുന്നതിനുള്ള ശ്രമം കൂടി നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 57-ലെ സംസ്ഥാന സർക്കാർ രൂപീകൃതമായതിനു ശേഷം ധാരാളം കുടിപ്പള്ളിക്കൂടങ്ങൾ, അന്നത്തെ ഏകാധ്യാപക പള്ളിക്കൂടങ്ങളൊക്കെ സർക്കാർ ഏറ്റെടുക്കുകയുണ്ടായി. ആദ്യം വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്, ഹരിജൻ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഏറ്റെടുത്തത്. അതുപോലെ തന്നെ മറ്റ് മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച ചില കുടിപ്പള്ളിക്കൂടങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ ക്രിസ്ത്യൻ മിഷണറിമാരെ സ്ഥാപിച്ചിരുന്ന കുടിപ്പള്ളിക്കൂടങ്ങൾ സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. ചില മുസ്ലിം നാമധാരികളുടെ പേരിലുള്ള കുടിപ്പള്ളിക്കൂടങ്ങളൊക്കെ സർക്കാർ ഏറ്റെടുത്തപ്പോൾ ആ പള്ളിക്കൂടങ്ങളുടെ എല്ലാം പേരിനോടൊപ്പം അവരുടെ മെമ്മോറിയൽ, മന്നം മെമ്മോറിയൽ LP സ്കൂളുകളും UP സ്കൂളുകളും കേരളത്തിൽ ധാരാളമുണ്ട്. സർക്കാർ എയ്ഡഡ് മേഖലയിൽ ഉണ്ട്, ധാരാളം എയ്ഡഡ് മേഖലയിൽ ക്ഷമിക്കട്ടെ, സർക്കാർ മേഖലകളിൽ. അതുപോലെ തന്നെ ചാവറേച്ചന്റെ പേരിലും അങ്ങനെ സ്ഥാപിച്ച പല നവോത്ഥാന നായകരുടെയും പേരിൽ തന്നെയാണ് സർക്കാർ സ്കൂളുകൾ അന്ന് സർക്കാർ ഏറ്റെടുത്തിരുന്നത്. അതായത് സർക്കാർ സ്കൂളുകളാക്കി അത് മാറ്റിയപ്പോൾ അതിന് പേര് നാമകരണം ചെയ്ത് അങ്ങനെ മെമ്മോറിയലാണ്. പക്ഷേ മഹാത്മാ കാവാരികുളം കണ്ടൻകുമാരന്റെ പേര് മാത്രമാണ് അതിൽ നിന്ന് അവർ വിസ്മരിച്ചു പോയത്. അതുകൊണ്ട് നമുക്ക് വെക്കുവാനുള്ള ഡിമാൻഡ് ഛായാചിത്രത്തോടൊപ്പം തന്നെ അദ്ദേഹം സ്ഥാപിച്ച സകല സ്കൂളുകൾക്കും കാവാരികുളം കണ്ടൻകുമാരൻ മെമ്മോറിയൽ സ്കൂൾ എന്ന് തന്നെ ആക്കണം എന്ന് തന്നെയാണ് നമുക്ക് സംസ്ഥാന സർക്കാരുകളോട് വെക്കാനുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷകരമായ കാര്യം, ഇങ്ങോട്ട് കടന്നു വന്നപ്പോഴത്തേക്ക് കാവാരികുളം കണ്ടൻകുമാരന്റെ ഒരു ചിത്രം വെക്കുകയുണ്ടായി.
നമ്മൾ ഇതുവരെ കണ്ട ചിത്രമല്ല അവിടെ വെച്ചത് എന്നത് വലിയ സന്തോഷമാണ്. കാര്യം ആ ഒരു ചിത്രത്തിനാണ് യഥാർത്ഥ കാവാരികുളം കണ്ടൻകുമാരന്റെ അസ്തിത്വമുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്ത ഒരു പ്രസ്ഥാനമാണ് ഞാൻ പ്രദാനം ചെയ്യുന്ന അഖില ഹിന്ദു സംഭവ മഹാസഭ. ആ പ്രസ്ഥാനത്തിന്റെ ആ ചെയ്തികളെ അംഗീകരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും സന്തോഷം നൽകുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ഈ പ്രോഗ്രാമിന്റെ ഈ ബാക്കിൽ വെച്ചിരിക്കുന്ന ബാനറിലും കാവാരികുളം കണ്ടൻകുമാരന്റെ ഫോട്ടോ വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതിനൊരു പക്ഷേ ഇതിന്റെ സംഘാടകർക്ക് വന്നിരിക്കുന്ന ഒരു കൺഫ്യൂഷൻ, പൊയ്കയിലപ്പച്ചന്റെയും കുമാരഗുരുദേവന്റെ ഒക്കെ ഫോട്ടോ കൂടെ വെക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയുടെ ഭാഗമായിട്ടായിരിക്കാം കാവാരികുളത്തെ ഒഴിവാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാര്യം പൊയ്കയിലപ്പച്ചനും ശുഭാനന്ദ ഗുരുദേവനും പ്രവർത്തിച്ചിരുന്ന മേഖല ആത്മീയ മേഖലയാണ്. നമ്മളുടെ ആത്മീയ ഗുരുക്കന്മാരായി നിലനിൽക്കുന്നവരാണ്. അത് സാംബവർ എന്ന് പറയുന്ന ജനസമൂഹം ഏത് രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക പ്രസ്ഥാനത്തിൽ നിന്നാലും അവർ നമ്മളുടെ ആത്മീയ നേതാക്കന്മാരാണ്. പക്ഷെ പറയരുടെ സാംബവരുടെ നേതാവ് എന്ന് പറയുന്നത് മഹാത്മാ കാവാരികുളം കണ്ടൻകുമാരനാണ്. പറയർക്ക് ഒറ്റ നേതാവേ ഉള്ളൂ, സാംബവർക്ക് ഒറ്റ രാഷ്ട്രീയ നേതാവേ ഉള്ളൂ, അത് മഹാത്മാ കാവാരികുളം കണ്ടൻകുമാരനാണ്. അത്തരത്തിൽ കാവാരികുളം കണ്ടൻകുമാരനെ അഡ്രസ് ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ മഹാത്മാ കാവാരികുളം കണ്ടൻകുമാരൻ ഈ ബാനറിന്റെ മുന്നിൽ ഏറ്റവും ഒരാളായി നിന്നതുകൊണ്ട് പൊയ്കയിലപ്പച്ചനോ അതുപോലെ തന്നെ ശുഭാനന്ദ ഗുരുദേവനോ ഒന്നും പിന്നോട്ട് പോകുന്നില്ല. അവരവരുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരും അവരെ നമ്മൾ അത്തരത്തിൽ അംഗീകരിക്കുന്നതുമാണ്. പക്ഷെ രാഷ്ട്രീയമായി സാംബവർ പരിശോധിക്കപ്പെടേണ്ടത് മഹാത്മാ കാവാരികുളം കണ്ടൻകുമാരനെയാണ്. രാഷ്ട്രീയമായി നമ്മൾ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് അഡ്രസ് ചെയ്യേണ്ടത് മഹാത്മാ കാവാരികുളം കണ്ടൻകുമാരനെയാണ് എന്നുള്ള കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു നീതിയുണ്ട്. ആ നീതിക്ക് വേണ്ടി നിൽക്കണമെന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് ഞാൻ അത്തരത്തിൽ പറഞ്ഞത്. എനിക്ക് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഒരുക്കി തന്ന ഈ പാളയം ഗ്രൂപ്പിന്റെ മുഴുവൻ ആളുകൾ, പ്രത്യേകിച്ച് രാജൻചേട്ടനൊക്കെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. ഹൃദ്യമായ ബന്ധം അവരുമായി നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ഞങ്ങളെല്ലാം ശ്രമിച്ചിട്ട് ആളുകളാണ്. പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അഖില ഹിന്ദു സംഭവ മഹാസഭയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിന്റെ സംസ്ഥാന തലത്തിലേക്ക് എത്തപ്പെട്ട ഒരു സാധാരണ എളിയ പ്രവർത്തകനാണ്. ഒരുപക്ഷെ ഞാനും ഈ കൂലിപ്പണി ഉൾപ്പെടെയുള്ള എല്ലാ പണികൾക്കൊക്കെ പോയിട്ടുള്ള എല്ലാ പണികൾക്കും പോയിട്ടുള്ള. അപ്പോൾ ആ പണികളിലൊക്കെ പൊതുവെ നമ്മുടെ ആളുകളൊക്കെ ഈ പണി ശാരീരികമായ അധ്വാനത്തിന് പോകുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി ഏതാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇവിടെ പ്രമോദ് വെളിയനാട് പറഞ്ഞ പോലെ 2 ചാക്കിന്റെ കുഴയുണ്ടെന്ന് പറഞ്ഞ പോലെ ഏറ്റവും അധ്വാനമുള്ളൊരു തൊഴിലെന്ന് പറയുന്നത് ഈ കോൺക്രീറ്റ് പണിക്ക് പോകുന്ന ജോലി. ആ ജോലിയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ അത് അങ്ങനെയായിരുന്നു എന്റെ ചിന്ത. പക്ഷേ അഖില ഹിന്ദു സംഭവ മഹാസഭയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു ചെറിയ പണിയാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ അധ്വാനം വേണ്ടി വരുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഇതാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. കാര്യം ഇത്രയും അധ്വാനം വേണം ശരീരം കൊണ്ടും. കോൺക്രീറ്റ് പണിക്ക് ഒരു ഗുണമുണ്ട്, ശരീരം കൊണ്ട് മാത്രം പ്രവർത്തിച്ചാൽ മതി. മനസ്സൊന്നും അധികം നമുക്ക് നമ്മുടെ തലച്ചോറിനെ ഒന്നും അധികം പ്രവർത്തിപ്പിക്കേണ്ട സാഹചര്യം. പക്ഷെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സർവ്വനാഡീ ഞരമ്പുകളും ഒരേപോലെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇതിനൊന്ന് അനക്കിയെടുക്കാൻ സാധിക്കൂ. അത്തരത്തിൽ സംഘടനാ പ്രവർത്തനത്തെ അല്ലെങ്കിൽ നമ്മുടെ സംഘടനാ രീതി അത്ര കണ്ട് ദുർബലമായിരിക്കുന്ന ഒരു സാഹചര്യം. അത് കടന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് ഞാനതാ നേരത്തെ പറഞ്ഞത്, സംഘടനാ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടല്ല ഞാനിതിനെ കാണുന്നത്. ആ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള അംഗീകാരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പൊ നമ്മുടെ സംഘടനയെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ ഒരു പണിയാണ്. അത് നമ്മൾ ഏറ്റവും അടിത്തട്ട് മുതൽ മുകൾത്തട്ട് വരെ ശുദ്ധീകരിച്ചു വരിക എന്ന് പറയുന്നത് നല്ല ഒരു സമയം. ചിലപ്പോഴൊക്കെ ഈ അടിത്തട്ടിനെ ശുദ്ധീകരിച്ച് വരുമ്പോൾ ഒരു അബദ്ധജടിലമായ സാഹചര്യം, എടുത്ത തീരുമാനം തെറ്റായി പോയി, ശുദ്ധീകരിക്കണ്ടായിരുന്നു, പഴയ തന്നെ കിടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന പോലെ തോന്നും. ഈ ശുദ്ധീകരിക്കൽ വളരെ രസകരമായ ഒരു കാര്യമാണ്. നമ്മൾ ഞാനിപ്പോ രാവിലെ വന്നപ്പോഴത്തേക്കും മീശയിലെ ഈ കുറച്ച് നരച്ച മീശ നമ്മൾ കളയുമല്ലോ. നമ്മളൊക്കെ പാടുപെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് ഈ നരച്ച മീശകൾ, മുടി രോമങ്ങൾ. അപ്പൊ നമ്മൾ ഈ നരച്ച രോമം ഇങ്ങനെ കളഞ്ഞു കണ്ണാടിയെ നോക്കി കത്രിക കൊണ്ട് ഇങ്ങനെ കളഞ്ഞ് ഏറ്റവും അവസാനം നമ്മൾ താഴെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നരച്ച രോമത്തേക്കാൾ കൂടുതൽ വീണിരിക്കുന്നത് കറുത്ത രോമങ്ങളാണ്. സാധാരണഗതിയിൽ അങ്ങനെ നമ്മൾ എണ്ണം എടുത്ത് നോക്കിയാൽ നരച്ച രോമം കുറവും കറുത്ത രോമം കൂടുതലുമായിരിക്കും. ഏതാണ്ട് ഇതേപോലെ തന്നെയാണ് നമ്മുടെ സമുദായ സംഘടനകളെ ശുദ്ധീകരിക്കുമ്പോഴും ചെയ്യുന്നത്.
നമ്മൾ എടുക്കുന്ന പണി എന്താണോ ഉദ്ദേശിക്കുന്നത്, പക്ഷെ അതായിരിക്കത്തില്ല റിസൾട്ടായിട്ട് വരുന്നത്. ഒരാളെ മാറ്റി മറ്റൊരാളെ കൊണ്ടുവരുമ്പോൾ അത് കൂടുതൽ ദോഷകരമായി മാറുന്ന ചില സാഹചര്യങ്ങളൊക്കെയുണ്ട്. അപ്പൊ സമുദായ സംഘടനാ പ്രവർത്തനം മറ്റെല്ലാ മേഖലകളിലെ പ്രവർത്തനങ്ങളെക്കാൾ ദുഷ്കരമായ ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനായിട്ടുള്ള ആളുകൾ, ഈ രാജേഷ് സാർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തു സന്തോഷത്തോടുകൂടിയാണ് ഈ കുടുംബ സംഗമത്തിൽ ഇപ്പോൾ ഇവിടത്തേക്ക് ഒരു ടെൻഷനും അദ്ദേഹത്തിന്. പക്ഷേ സമുദായ സംഘടനയുടെ ഒരു വാർഷിക സമ്മേളനം വെച്ചാൽ ഇങ്ങനെ ആളെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന മാത്രമേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ ഡഗ മതള ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും നെഞ്ചിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കും. പല കാരണങ്ങൾ കൊണ്ട് അതൊക്കെ കുറച്ചൊക്കെ എല്ലാവർക്കും അറിയാൻ സാധിക്കും. അപ്പം നമുക്ക് മനസ്സ് തുറന്ന് സംഘടനാ പ്രവർത്തനം നടത്താൻ പറ്റുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ സമുദായ സംഘടനാ പ്രവർത്തനം. പലപ്പോഴും എല്ലാവരും മൈക്ക് കിട്ടിയ സമുദായ സംഘടനാ പ്രവർത്തകരെ വിമർശിക്കുക എന്നുള്ള വളരെ ഈസിയായ ഒരു ജോലിയുണ്ട്. വളരെ വേഗം നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ് സമുദായ സംഘടനാ നേതാക്കന്മാരെ വിമർശിക്കുക എന്നുള്ളത്. നമ്മുടെ ആരാധ്യനായ ഡെപ്യൂട്ടി സ്പീക്കറും അത് ഭംഗിയായി നിർവഹിക്കുകയുണ്ടായി. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രവർത്തന തലത്തിലേക്ക് വരുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും മനസ്സിലാക്കുകയുള്ളൂ. എനിക്ക് കിട്ടിയ ഈ അവസരത്തിൽ ഈ സമുദായ സംഘടനാ പ്രവർത്തനം എത്ര കണ്ട് ദുഷ്കരമാണ് എന്ന് പറയുവാൻ വേണ്ടി മാത്രം ഞാൻ ഒരു ചെറിയ ശ്രമം നടത്തിയതാണ്. എന്നെ ഇത്തരത്തിൽ അംഗീകരിച്ചത് തീർച്ചയായും സന്തോഷമുണ്ട്. ഇതിന്റെ മുഴുവൻ പ്രവർത്തകർക്കും സന്തോഷം നൽകുന്നു. ഈ തെകള 2024 പേര് പോലെ തന്നെ ഹൃദ്യമായ ഈ ഒരു പരിപാടിയിൽ എല്ലാവർക്കും പങ്കുചേർന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നതോടൊപ്പം തന്നെ എനിക്ക് നൽകിയ ഈ പുരസ്കാരത്തിൽ സന്തോഷവും നന്ദിയും അറിയിച്ചുകൊള്ളു. ജയ് കാവാരി, ജയ് ഭീം. താങ്ക് യു സനീഷ് ഭായ്. എന്തായാലും നമ്മുടെ പ്രോഗ്രാം വളരെയധികം സമയം നീണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്ന് രണ്ടുപേരും കൂടി ജസ്റ്റ് ഒന്ന് ആശംസ പറയുന്ന 2 മിനിറ്റിനുള്ളിൽ നമുക്ക് ആശംസ തീർക്കണം. അപ്പോൾ അതിനുവേണ്ടി അടുത്തായിട്ട് വിളിക്കുന്നത് നമ്മുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം അർഹനായിരിക്കുന്ന ശ്രീ അച്യുതൻ സാറിനെയാണ്. പ്ലീസ്. കൂട്ടായ്മയിലെ എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ പിന്നെ ലിവിങ് ടുഗദർ എന്നൊരു സിനിമയിൽ നമ്മുടെ പ്രമോദ് പുളിയനാടാണ് അഭിനയിക്കുന്നത്. എനിക്കതിനകത്തൊരു വേഷമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് സമയമില്ലാത്തതുകൊണ്ട് മണികണ്ഠൻ ആണ് ആ വേഷം ചെയ്തത്. അവര് സത്യം പറയുന്ന അദ്ദേഹം ഇവിടെ വന്നുകൊണ്ട് എനിക്ക് ആ വിഷമം തീർന്നു. പിന്നെ നമ്മുടെ വെളിയനാടിന്റെ ഒത്തിരി പ്രോജക്റ്റുകളുണ്ട്. പക്ഷെ നമുക്ക് ഒരു ഏറ്റവും ഇഷ്ടം എന്നുള്ള ഒരു പ്രായമുള്ള ഒരു അപ്പച്ചനും അമ്മച്ചനും കൊണ്ടുള്ള ഒരു വഴക്ക്, അത് റിയൽ ആകുന്നു. പക്ഷെ വെളിയനാടിനെ കണ്ടപ്പോഴാണ് തോന്നി അത് ഒരു അല്ലാത്ത ഒരു ചെറിയ പ്രോജക്റ്റ് ആണെന്ന് തോന്നും. അങ്ങനെ കൊണ്ട് ഒത്തിരി പിന്നെ ഞാൻ പോകുന്ന പല വേദികളിലും, ഈ സാംസ്കാരിക വേദികളിൽ ആ നാടകത്തിലെ 101 വയസ്സുള്ള ആ പ്രായമുള്ള ഇമിറ്റേറ്റ് ചെയ്തൊക്കെ ഇതെൻ്റെ എൻ്റെ നാട്ടുകാരും കൂടി ആ ഫ്രാൻസിസ് സിമാവരിക്കൻ സാറിൻ്റെ ഒരു പ്രോജക്റ്റ് നാടകമാണ്. അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് 2 നാടകത്തിന് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒത്തിരിയേറെ സന്തോഷം. അപ്പം ഞാൻ ഈ നാടൻ പാട്ടുകളൊക്കെ എഴുതുമെങ്കിലും എനിക്ക് ഞാനൊരു പാട്ടുകാരനല്ല. എങ്കിലും പിന്നെ ഞാൻ എഴുതിയ കുറച്ച് പാട്ടുണ്ട്. പിന്നെ നമ്മുടെ ആൾക്കാരുടെ ഇടയിലുള്ള ഒരു പാട്ടുണ്ട്. അത് ഞാൻ എൻ്റെതായ ശൈലിയിലൊക്കെയാണ്. ഞാൻ പാട്ടുകാരനല്ല, എങ്കിലും ഞാൻ അത് ഒന്ന് പാടുകയാണ്. തന്ന ഇന്ന തന്ന തന്ന ഇന തന്ന തന്ന ഇന തന്ന താനന്ന തന്ന ഇന തന്ന തന്ന ഇന തന്ന തന്ന ഇന തന്ന താനന്ന പച്ചയിലയില പച്ചരുമ്പക്കന്നി കോച്ചല്ലേ പൊന്നു പാളുവ പച്ചയിലയില പച്ചരുമ്പക്കന്നി കോച്ചല്ലേ പൊന്നു പാളുവ വള്ളിയും നല്ല വളപ്പരും കൊണ്ട് നാരപ്പിക്കനും പതുങ്ങുന്നേ വള്ളിയും നല്ല വളപ്പരും കൊണ്ട് നാരപ്പിക്കനും പതുങ്ങുന്നേ കിഴമറ്റത്തിലെ നാരപ്പിക്കന് തീയണ മണള പാളുവ കിഴമറ്റത്തിലെ നാരപ്പിക്കനും തീയണ മണള പാളുവ എരിയൻ പുളിയൻ ചിറക്കിട പളുത്തി ഇത്തിരി പുള്ളടി കോച്ചിക്കോ എരിയൻ പുളിയൻ ചിറക്കിട പളുത്തി ഇത്തിരി പുള്ളടി താറ്റിക്കോ പുള്ളാടി മേന്നു വപ്പരിയാകുമ്പോ പൊളി മറി ഞാൻ ചൊല്ലിക്കോളാം
പുള്ളാടിമേന്ന് പാപ്പളം ചെയ്യാക്കുമ്പോ ഒളി മാറി ഞാൻ ചൊല്ലിക്കോളാം. കൊളുന്തിക്കൊന്തലെ കൊട്ടരുപ്പിക്കനും മുരുട്ടുപ്പിക്കന പാളുവാ. കൊളുന്തിക്കൊന്തലെ മുരുട്ടുപ്പിക്കന് മുരുട്ടുപ്പിക്കന പാളുവാം. പാളോ തിരുവയുണ്ടെങ്കിൽ മുളന്തു നമ്മളെ ഇളുങ്ങാകും. പാളോ തിരുവയാണെങ്കിൽ മുളന്തു നമ്മൾ ഇഴുതങ്ങും. തന്ന ഇന്ന തന്നെ തന്ന ഇന്ന തന്നെ തന്ന ഇന്ന തന്നെ താനെന്ന തന്ന ഇന്ന തന്നെ തന്ന ഇന്ന തന്നെ തന്ന ഇന്ന തന്നെ താനെന്ന. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു. നമ്മുടെ പ്രകാശ് രാംദാസ് സാർ. അതുപോലെ സത്യം കോമല്ലൂർ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളെ. സദാനന്ദ സാറൊക്കെ ആയിട്ട് എനിക്ക് വർഷങ്ങളായിട്ട് നല്ല പരിചയമുള്ള ആളാണ്. പിന്നെ സത്യം കോമല്ലൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കവിയരങ്ങനും മറ്റ് പരിപാടികൾക്കൊക്കെ ഒരുമിച്ച് ഉണ്ടു ഉറങ്ങി എൻ്റെ നാട്ടുകാരൻ കൂടിയാണ്. ഇദ്ദേഹത്തിന് എനിക്ക് അങ്ങനെ ശരിക്കും പരിചയമില്ല. അപ്പം എല്ലാവർക്കും എനിക്ക് ഈ പുരസ്കാരം തന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് വന്നപ്പോഴാണ് ഇതിൻ്റെ ഫാക്റ്റ് എനിക്ക് എന്താണെന്ന് മനസ്സിലായത്. എനിക്ക് ഒത്തിരിയേറെ സന്തോഷം. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പാളോസിനെയാണ്. അത് ഒരു ഭയങ്കര മനസ്സ് നിറഞ്ഞ ഒരു സംതൃപ്തിയോടു കൂടി ഞാൻ എല്ലാവർക്കും നന്ദി പറയുകയാണ്. താങ്ക് യു സർ. അടുത്തായിട്ട് നമ്മുടെ മികച്ച സംരംഭകനുള്ള പുരസ്കാരം വാങ്ങിയ ശ്രീ പ്രകാശ് രാം സാറിനെ ക്ഷണിച്ചോളൂ. പ്രിയ സഹോദരങ്ങളെ, വളരെയേറെ സന്തോഷമുണ്ട് ഈ ഒരു പുരസ്കാര ലബ്ധിയിൽ. മികച്ച സംരംഭകൻ എന്നാണ് എന്നെ വിശേഷിപ്പിച്ചത്. എനിക്ക് മനസ്സിലാകാത്ത മികവ് എന്ത് മികവാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഉള്ള കാര്യം പറയാം. ഇപ്പോൾ ഇറക്കിയ ടൈറ്റിൽസിൻ്റെ കാര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് അർഹിക്കുന്നുണ്ട്. പിന്നെ സംരംഭകൻ എന്നുള്ള തലത്തിൽ ധനമാണ് അതിൻ്റെ മികവിൻ്റെ അടിസ്ഥാനമെങ്കിൽ ആ മികവ് ഞാൻ അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു കാര്യമുള്ള ഒരു കമ്മിറ്റഡ് ടു ദ സൊസൈറ്റി എന്നുള്ള ഒരു സ്ലോഗൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞാനിത് ചെയ്യുന്നത്. കാരണം ഒരു കാലത്ത് അക്ഷരം നിഷേധിക്കപ്പെട്ട ആൾക്കാർക്ക് അക്ഷരത്തിൻ്റെ വെളിച്ചം എത്തിക്കുക. വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലും ഇന്ത്യയിലും ഒട്ടുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ സർവേ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പീരിയോഡിക്കൽസും പ്രസാധകരും ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടേത്. പക്ഷേ ഇതുകൊണ്ട് രക്ഷപ്പെട്ട ഒരു പ്രസാധകനെയോ അല്ലെ തുടർന്നു പോകുന്ന വർഷങ്ങളായിട്ട് തുടർന്നു പോകുന്ന ഒരു പീരിയോഡിക്കലോ ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവുണ്ട്. ഇപ്പോൾ നസ്രാണി ദീപിക എന്ന് പറയുന്ന പത്രമാണ് കേരളത്തിൽ ആദ്യമായി ഉണ്ടാകുന്നത്. അതിനുശേഷം വന്നാണ് മലയാള മനോരമ. രണ്ടും ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്നൊന്നും നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട കാര്യമുണ്ട്. ഇത്രയേ ഉള്ളൂ. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റിയാണ് അവർ ശ്രദ്ധിക്കുന്നത്. ദീപികയില്ലാത്ത, ഇപ്പോൾ നമ്മുടെ തെക്കൻ കേരളത്തിൽ കുറവാണ്, വടക്കൻ കേരളത്തിലോട്ട് പോയത് ദീപികയില്ലാത്ത ഒരു ക്രിസ്ത്യാനി വീടും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചത് കാസർഗോഡാണ്. അതുകൊണ്ട് ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ എനിക്ക് ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്ന വീട്ടിലൊക്കെ ദീപികയുണ്ട്. നമ്മുടെ വീടുകളിലായാലും മനോരമയില്ലാത്ത വീടില്ല. നമ്മൾ ദേശാഭിമാനിയോ അല്ലെ വേറെ എന്തെങ്കിലും പത്രം വരുന്നുണ്ടെങ്കിലും അഡീഷണലായിട്ട് മനോരമയും കൂടി അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റിയുടെ പിന്തുണയാണ് ഇവരെയൊക്കെ നിലനിർത്തുന്നതെന്ന് കാണാം. നമ്മുടെ പീരിയോഡിക്കൽസ്, നമ്മുടെ പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളൊന്നും നിലനിൽക്കാത്ത കാരണം നമ്മുടെ കമ്മ്യൂണിറ്റി ആ ബോധത്തിലേക്ക് ഉയർന്നിട്ടില്ല എന്നുള്ള ഒറ്റ കാര്യമാണ്. ഇപ്പം ഞാൻ തന്നെ ഈ പ്രസാധക സംരംഭം തുടങ്ങിയിട്ട് 8 വർഷമായി. ഇതിനു മുമ്പ് കേരളത്തിൽ തന്നെ മികച്ച ദലിത് ആക്ടിവിസ്റ്റുകളും എഴുത്തുകാരും എല്ലാവരും കൂടിയിട്ടുള്ള സബ്ജക്റ്റ് ആൻഡ് ലാംഗ്വേജ് പ്രസ് എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണ സംരംഭം കോട്ടയം കേന്ദ്രീകരിച്ച് നമ്മൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ജനറൽ മാനേജറായിട്ടാണ് ഞാൻ ആദ്യം തുടങ്ങുന്നത്, പ്രസാധക രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ അത് ഒരു 4 വർഷം നിന്നു പോവുകയായിരുന്നു. അതിനുശേഷം 2008 മുതലാണ് ക്യുവൈവ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ആ പ്രസാധന സംരംഭത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് മുഴുകിയത്. 2016 ആദ്യ പുസ്തകം പുറത്തു വന്നു. ഇപ്പോൾ അതിൻ്റെ 100 അടുക്കുന്ന പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ ഞാനൊന്ന് എണ്ണിയാൽ തന്നെ ഇതിൽ ഒരാൾ പോലും എൻ്റെ ഒരു പുസ്തകം കണ്ടിട്ടുള്ളവരുണ്ടോ എന്നെനിക്ക് സംശയമാണ്. കൈ പൊക്കിയാൽ പറ്റും.
ഒരാളുണ്ടാവും. രാജൻ വളച്ചോട്ടമുണ്ട്. അദ്ദേഹം 2 പേരുണ്ട്, ഭാഗ്യം. സുധാകരൻ ചേട്ടനും ഉണ്ട്. അപ്പോൾ അങ്ങനെ വായന ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ, പുതിയ ഗാഡ്ഗറ്റ്സിൻ്റെ ആവിർഭാവമാണോ വായനയിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വതവേ ഉള്ളൊരു മടിയാണ് എന്ന് തന്നെ ഞാൻ പറയും. കാരണം വായിക്കുക, അറിവ് സമ്പാദിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതെന്തോ കുഴപ്പമുള്ളൊരു കാര്യമായിട്ടെന്തോ തോന്നുന്നതായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നത്, ഇനി വരുന്ന കാലത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ജ്ഞാനാധികാരത്തിൽ കാര്യമായ ഒരു സ്റ്റേക്ക് നിങ്ങൾക്കില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെയാണ് ഈ പബ്ലിക്കേഷനുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഒരൊറ്റ കാര്യം തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന കാര്യമില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പ്രസാധകനായിട്ട് മാറാം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. അതിനൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഇപ്പോൾ DC-ക്ക് ഞാൻ പുസ്തകം കൊടുക്കാറുണ്ട്. DC-ക്ക് പുസ്തകം കൊടുക്കുന്നത് ഏറ്റവും അവസാനം. ഞാനൊരു 2 മിനിറ്റ് എടുക്കുകയാണ്, കാരണം അതിൻ്റെ പ്രാധാന്യം ഒന്ന് പിടികിട്ടാൻ വേണ്ടിയാണ്. DC-ക്ക് പുസ്തകം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ മാർക്കറ്റിംഗ് മാനേജറായിട്ട് പുതിയൊരാൾ വന്നു. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങളെന്തോ ടെക്സ്റ്റ് ബുക്കുകളാണോ ഇറക്കുന്നത്? ഞാൻ പറഞ്ഞു, ടെക്സ്റ്റ് ബുക്കുകളല്ല, നോവല്, പഠനം, സാഹിത്യം എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അല്ല, ടെക്സ്റ്റ് എന്ന് പേര് കണ്ടു. എത്ര ദരിദ്രമായ അവസ്ഥയാണെന്ന് ആലോചിച്ചു. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അത് എന്താണെന്നറിയത്തില്ല. പാഠപുസ്തകം എന്നുള്ള രീതിയിലാണ് പുള്ളി അതിനെ കണ്ടേക്കുന്നത്. ടെക്സ്റ്റ് എന്നുള്ളൊരു സംജ്ഞ, അങ്ങനത്തെ ഒരു പ്രയോഗം, ആ ടെർമിനോളജി കൊണ്ടുവന്ന ഒരു വലിയ ജ്ഞാനശാഖയുണ്ട്. അതിനെക്കുറിച്ച് അറിയാത്ത ഒരാൾ മാർക്കറ്റിംഗ് മാനേജറായിട്ട് DC ബുക്സിലിരിക്കുന്നത് എന്ന് പറയാം. ഈ ബുക്സ് പബ്ലിക്കേഷൻ എന്നൊക്കെ ഒഴിവായിട്ട് പാഠങ്ങൾ ഇനി പോയി നോക്കുക, ഞാനതൊന്നും പറഞ്ഞു തരത്തില്ല. അപ്പോൾ ടെക്സ്റ്റ് എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്, ആരാണ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സംജ്ഞ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, പഠിച്ചു നോക്കുക. അപ്പോൾ വെറുതെ അല്ല ഒരു പേര് ഇടുന്നത്. ക്യുവൈവ് എന്നാണ് അതിൻ്റെ പേര്. ക്യുവൈവ് എന്ന പദത്തിൻ്റെ അർത്ഥം പോലും പലരും തെറ്റിച്ച കുവൈറ്റ് എന്നൊക്കെ, പല പുസ്തകമേളയ്ക്കൊക്കെ പോകുമ്പോൾ കുവൈറ്റ് ടെക്സ്റ്റ് എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ക്യുവൈവ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഞ്ച് ഡെറിവേറ്റീവാണ്, ഫ്രഞ്ച് വാക്കിൽ നിന്ന് എടുത്തിട്ടുള്ള. അപ്പോൾ ഒരു പേരിൽ പോലും നമ്മൾ അത്രയും ശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ക്യുവൈവ് എന്ന് പറഞ്ഞാൽ റീഡ് ടു ബി ആംഡ് എന്നാണ്. വായിക്കാൻ വേണ്ടി, അല്ല യുദ്ധസജ്ജരാകാൻ വേണ്ടി, ആം ചെയ്യാൻ വേണ്ടി. റീഡ് ടു ബി ആംഡ്, യുദ്ധസജ്ജരാകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ കൊല്ലാനും ഒന്നുമല്ല, യുദ്ധസജ്ജരാകാൻ വേണ്ടി വായിക്കുക എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ആ പേരിലും അതിൽ ഒരു ലോഗമുണ്ട്. ചിലർ ചോദിക്കുന്നത് ആടാണോ എന്ന് ചോദിക്കും. ആടല്ല, ഇൻഡസ് വാലി സിവിലൈസേഷനിലുണ്ടായിരുന്ന ഒരു കാളക്കുട്ടനാണ്. അപ്പോൾ നമ്മുടെ റൂട്ട്സിലേക്കും വായിക്കുന്ന പ്രാധാന്യത്തിലേക്കും ഒക്കെ ഊന്നിയാണ് നമ്മളൊരു പ്രസാധക സംരംഭം തുടങ്ങിയിരിക്കുന്നത്, വെറുതെ അല്ല. അപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാൻ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് നമ്മുടെ പുസ്തകങ്ങൾ നോക്കുക. ഇപ്പോൾ അംബേദ്കറുടെ ജീവചരിത്രം ഇറക്കിയിട്ട് രാജൻ സാറാണ് ആദ്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 33 വർഷമായിട്ട് പുതിയൊരു പതിപ്പ് അതിനുണ്ടായിട്ടില്ലായിരുന്നു. പുതിയ പതിപ്പില്ല. അംബേദ്കറുടെ ജീവചരിത്രം, സമഗ്രമായ ജീവചരിത്രം ധനഞ്ജയ്ക്ക് രചിച്ച ആ പുസ്തകത്തിന് പുതിയൊരു പതിപ്പ് 33 വർഷമായിട്ട് ഇല്ല. അംബേദ്കറെ എല്ലാവരും അംബേദ്കറിസ്റ്റുകൾ ജയ് ഭീം ഒക്കെ വിളിക്കുമെങ്കിൽ പോലും അംബേദ്കറുടെ ജീവിതം പഠിക്കാനോ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് പഠിക്കാനോ തയ്യാറായിട്ടുള്ളവരാരുമില്ല, വായിച്ചവരും ആരുമില്ല എന്ന് ഞാൻ നിസ്സംശയം പറയും. ഇപ്പം നമ്മൾ ഈ വ്യവസ്ഥാപിത ബുദ്ധിജീവികളടക്കമുള്ള ആൾക്കാർ അംബേദ്കറെ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ ഞാൻ പറയും. കാരണം അറിയാം, നമുക്ക് അറിവുകളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ പുസ്തകം 33 വർഷമായിട്ട് മറവിയിൽ കിടന്ന ആ പുസ്തകം നമ്മൾ 2 വർഷം മുമ്പ് വീണ്ടും ഇറക്കി. ഇപ്പോൾ അതിൻ്റെ വില 1400 രൂപയാണ്. പഴയ ഒരു മോശമായ രൂപകൽപ്പനയിൽ നിന്നും മാറ്റിയിട്ട് നല്ല രൂപകൽപ്പനയോടുകൂടി പുതിയ കാലത്തിന് യോജിക്കുന്ന രീതിയിൽ അത് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ പുസ്തകങ്ങളുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ വളഞ്ഞോട്ടമുണ്ട് ഇവിടെ, അദ്ദേഹത്തിനോട് ചോദിച്ചാൽ ഞാൻ നമ്പർ തരും, നമ്മൾ ഇറക്കിയ പുസ്തകത്തിൻ്റെ കാറ്റലോഗ് അയച്ചു തരാം. അതും ഒരു പ്രസ്ഥാനത്തെ, നമ്മുടെ തന്നെ സമൂഹത്തെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് ഒരു സഹായമാണ് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞ്. അതിലൂടെ നിങ്ങൾക്ക് അറിവും നേടാൻ പറ്റും, നിങ്ങളുടെ കുട്ടികൾക്കും അറിവ് നേടാൻ കഴിയും. അത് അസറ്റായിട്ട് മാറും, സമൂഹത്തിന് മുഴുവൻ ഒരു മൂലധനമായിട്ട് അത് മാറിയേക്കാം, ഒരു സംശയവും വേണ്ട. അപ്പോൾ നമ്മൾ ഈ കിട്ടുന്ന കാശ്, ഇപ്പോൾ അംബേദ്കർ 3-ാം പതിപ്പിലേക്ക് പോകാൻ തുടങ്ങണം. ഇനിയിപ്പോൾ 100-ൽ താഴെ കോപ്പികളെ അവശേഷിക്കുന്നുള്ളൂ. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇതിൽ
എത്ര ശതമാനം ഞാൻ കൃത്യമായിട്ട് കണക്ക് നോക്കിയിട്ട് പറയാൻ പക്ഷേ നമ്മുടെ പുസ്തകങ്ങൾ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ഏത് കമ്മ്യൂണിറ്റിയാണെന്ന് വല്ല ധാരണയുണ്ടോ ആർക്കെങ്കിലും? ഞാനത് കൃത്യമായിട്ട് പറയാം. മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ദലിതരുടെ പുസ്തകങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങുകയും വായിക്കുകയും നമ്മളെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നത്. എൻ്റെ അനുഭവം. അംബേദ്കർ പുസ്തകം 2 എഡിഷൻ എന്ന് പറഞ്ഞാൽ 2000 കോപ്പി. ഈ 2000 കോപ്പിയിൽ ഒരു 1500 കോപ്പിയെങ്കിലും പോയിട്ടുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റി ആൾക്കാരിലേക്ക് തന്നെയാണ്. ഈ മേളയിലും പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് വടക്കൻ മലബാറിലൊക്കെ പ്രോഗ്രാം നടത്തുമ്പോൾ ലൈബ്രറി കൗൺസിൽ മേളയ്ക്ക് പോകുമ്പോൾ നമ്മുടെ കക്ഷികൾ അതുവഴി വരും കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ തന്നെ അംബേദ്കറിൻ്റെ പുസ്തകം ഉണ്ടാകും, നല്ല ഹൈറ്റിൽ ഒരു 10-12 പുസ്തകം വീതം അടുക്കി വെച്ചിരിക്കും. പിന്നെ അതിൻ്റെ തൊട്ട് അടുത്തുള്ള പുസ്തകം കറുപ്പ് അഴകാണെന്ന് നീ വെറുതെ പറയരുത് എന്ന് പറയുന്നൊരു പുസ്തകമാണ്. ഇത് രണ്ടും കണ്ടു കഴിഞ്ഞിട്ട് ഒന്ന് പേര് കണ്ടാൽ മനസ്സിലാകത്തില്ല. ക്യുബേവ് ടെക്സ്റ്റ് എന്നൊക്കെ ഇച്ചിരി പ്രയാസമാണല്ലോ. ഈ 2 പുസ്തകം കണ്ടിട്ട് നമ്മളെ ഒന്ന് നോക്കുമ്പോൾ ആൾക്ക് മനസ്സിലാകും ഇത് പട്ടികജാതിക്കാരനാണ്. അങ്ങനെയാണ് ഇവിടെ കയറുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ചെയ്യുക നമ്മുടെ കക്ഷികളുടെ കാര്യമാണ്. പക്ഷേ ഞാൻ കണ്ട അവിടെയുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട് കിഴക്ക് ഭാഗത്ത്, കാസർഗോഡിൻ്റെയും മലബാറിൻ്റെയൊക്കെ കിഴക്കൻ മേഖലയുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ വന്നിട്ട് പുസ്തകം ഇങ്ങനെ നോക്കി അംബേദ്കറിൻ്റെ പുസ്തകം കാണുമ്പോൾ അവർ പെട്ടെന്ന് പറയും ഞാൻ അപ്പുറത്തൊക്കെ DC-ലൊന്ന് പോയിട്ട് വരാം, ഇത് ഞങ്ങൾക്ക് വേണം. ലൈബ്രറിക്കാരാണ് അവർ, പക്ഷേ എടുത്തുകൊണ്ട് വായിക്കുന്നുണ്ടത് കാര്യമായിട്ട്. നമ്മൾ മാത്രം ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കാരണം അംബേദ്കറിൽ നമ്മുടെ സ്വന്തം ആളെ നമുക്കെല്ലാം അറിയാം എന്നുള്ളൊരു ധാരണയാണ്. പക്ഷേ ലോകം മുഴുവൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള അവാർഡും അല്ലെങ്കിൽ ഇങ്ങനത്തെ അനുമോദനങ്ങളൊന്നും പ്രതീക്ഷിച്ചല്ല നമ്മളിതൊക്കെ ചെയ്യുന്നത്. എങ്കിലും ഇത് നൽകാൻ കാണിച്ച നിങ്ങളുടെ സന്മനസ്സിനും ഈ കൂട്ടായ്മയുടെ നല്ല മനസ്സിനും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. താങ്ക്സ് എവറിബഡി, എസ്പെഷ്യലി രാജൻ വളഞ്ഞവട്ടം. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇപ്പോൾ തീർന്നിരിക്കുക. അടുത്ത എഡിഷൻ അടുത്ത ജൂണിൽ തന്നെ അവസാനം ഉണ്ടാവും. വേറൊരു പുസ്തകം കൂടെ ഞങ്ങളുടെ ചർച്ചയിലാണ്, അതും കാണും. പിന്നെ രാജേഷ് സാറിൻ്റെ ഒരു പുസ്തകം ഞാൻ ചെയ്തിരുന്നു, അത് ഇവിടെ കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. ഒരു കവിതാ പുസ്തകം ചെയ്തിട്ടുണ്ട്, AR രാജേഷ് അതിരമ്പുഴ, അദ്ദേഹത്തിൻ്റെ പുസ്തകം നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു പ്രകാശ് സാർ. എല്ലാവരോടുമായിട്ട് ഒരു അറിയിപ്പല്ല, നമ്മളിങ്ങോട്ട് കയറി വരുന്ന ആ വീതിയിൽ ഈ ആർച്ചിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിൽ കുറേ ബുക്കുകളൊക്കെ കണ്ടിരുന്നുണ്ടോ എല്ലാവരും? സൈന്ധവമൊഴി ബുക്സ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനാണ്. നമ്മളെക്കുറിച്ച് ഒരുപാട് ബുക്സ് അവിടെ നമുക്ക് നമ്മുടെ എന്താ പറയുക പാരമ്പര്യം എല്ലാത്തെക്കുറിച്ചും നമുക്ക് അറിയാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരുപാട് ബുക്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കുട്ടികൾക്കും എല്ലാവർക്കും വാങ്ങിക്കൊടുത്ത് നമ്മുടെ അടുത്ത തലമുറയിലേക്ക് ആ ഒരു അറിവ് പകർന്നു കൊടുക്കണം. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ബുക്കുകൾ വാങ്ങുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരാളെയും കൂടി ക്ഷണിച്ചിട്ട് നമുക്ക് കൃതജ്ഞതയിലേക്ക് കിടക്കാം. പെട്ടെന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനമുള്ള പുരസ്കാരം വാങ്ങിയ ശ്രീ മഞ്ജുനാഥ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കും. നമസ്കാരം. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ നമ്മുടെ AR രാജേഷ് സാറ്, സദാനന്ദൻ സാറ്, പ്രശസ്ത നാടൻപാട്ട് രചയിതാവും കവിയുമായ സത്യൻ കോമല്ലു സാറ്, എല്ലാവർക്കും ഇവിടെ കൂടിയിട്ട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയപ്പോൾ ആ പുരസ്കാരത്തിനൊരു ഭയങ്കര മണമുണ്ടായിരുന്നു. ആ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റയുടെ മണമാണ്. ആ മണം മൂക്കിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ അമ്മയാണ് ഓർക്കുന്നത്. കാരണം അമ്മ ഒരു ഈറ്റപ്പണിക്കാരത്തിയായിരുന്നു. നന്നായിട്ട് നല്ല മനോഹരമായിട്ട് ഈറ്റപ്പണി ചെയ്യുമായിരുന്നു. അപ്പം ആ നിമിഷം ഓർക്കുമ്പോൾ, ആ ഒരു പുരസ്കാരം മേടിക്കുമ്പോൾ അമ്മയെ ഓർക്കുന്നു, നമ്മുടെ എല്ലാവരുടെയും അമ്മമാരെയും അച്ഛനെയൊക്കെ നമ്മൾ ഓർക്കുന്നു. അപ്പം ഈറ്റ, നമ്മുടെ ഈ പുരസ്കാരത്തിന് ഈറ്റയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചെറിയ കവിത ഞാൻ ചൊല്ലാം. എൻ്റെ കരിമ്പുളി എന്ന കവിതയാണ്. ഇപ്പം അമ്മയെ ഓർക്കുമ്പോൾ ഈറ്റയുടെ മണം മനസ്സിലേക്കും നമ്മളെ ആവഹിക്കുമ്പോൾ ആ കരിമ്പുളി ഒന്ന് ചൊല്ലാൻ ആഗ്രഹിക്കുന്നു. വളരെ 1 മിനിറ്റ് കൊണ്ട് ചൊല്ലാം. ഈറ കീറി പൊളി അടർക്കുമ്പോൾ കരിമ്പുളി മാറ്റിവെച്ച് അമ്മ പേടിയോടെ പറയും, കുട്ടികൾ എടുക്കരുത്, കൈമുറിയും, ചോര വരും. ഈറ കീറി പൊളി അടക്കുമ്പോൾ കരിമ്പുളി മാറ്റിവെച്ച് അമ്മ പേടിയോടെ പറയും, കുട്ടികൾ എടുക്കരുത്, കൈമുറിയും, ചോര വരും. അതേ അമ്മ രാവിലെ എഴുന്നേൽക്കുമ്പോൾ
കയ്യിലൊരു പിടി ഉമക്കരിയും ഒരു കരിമ്പുളിയും വെച്ച് തരും. നാക്ക് നന്നായി വടിക്കണമെന്ന വാക്കും. അതേ അമ്മ രാവിലെ ഉണരുമ്പോൾ കയ്യിലൊരു പിടി ഉമക്കരിയും ഒരു കരിമ്പുളിയും വെച്ച് തരും. നന്നായി നാക്ക് വടിക്കണമെന്ന വാക്കും. വടിച്ച് വടിച്ച് നാവിന്നൊരു കരിമ്പുളിയായി. വടിച്ച് വടിച്ച് നാവിന്നൊരു കരിമ്പുളിയായി. ഇരുവശവും മൂർച്ചയുള്ള കരിമ്പുളി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു മഞ്ജുനാഥ് മാഷ്. അപ്പോൾ നമ്മുടെ തെകള 2024 പൊതുസമ്മേളനവും അവാർഡ് ദാനവും നമുക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് സെഷനായിട്ടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് നമ്മുടെ അതിനു മുമ്പ് ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ സർപ്രൈസ് നമ്മൾ ഒരു പുരസ്കാരം കൊടുത്തിരുന്നു. ഇവിടെ ഒരാൾക്കും അറിയാതെ, അദ്ദേഹത്തിന് പോലും അറിയണ്ടായിരുന്നില്ല, ആ വ്യക്തി നമ്മുടെ പ്രിയപ്പെട്ട, എല്ലാവരും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം രാജേട്ടനെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന് എന്താണ് മറുപടി എന്നുള്ളത് നമുക്ക് വരുമറിയാം. നല്ലൊരു കൈയ്യടി കൊടുത്തേ. അധ്യക്ഷൻ, പ്രിയപ്പെട്ട രാജേഷ് സാറ്, യശ സഹോദരൻ, നമ്മുടെ സദാനന്ദ സാർ, പ്രിയപ്പെട്ട കോമല്ലൂർ ചേട്ടൻ, സനോജ്, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും ഊഷ്മളമായ ജയ് ഭീം. ഇന്നത്തെ കിട്ടിയ അവാർഡ് ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു അവാർഡല്ല. ഒരു 3 വർഷം മുമ്പ് നമ്മൾ ഇത്തരം ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുകയും അത്തരമൊരു കൂട്ടായ്മ സംഘടിപ്പിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണമെന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടാകുകയും അങ്ങനെ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ പാനലിൽ ഞാനൊരു നിർദ്ദേശം വയ്ക്കുകയും ചെയ്തു. അത് നമുക്കൊരു അവാർഡ് ആർക്കെങ്കിലും കൊടുക്കാം എന്നൊരു നിർദ്ദേശമാണ് വെച്ചത്. അപ്പോൾ അതൊരു നിർദ്ദേശം ഞാൻ പറഞ്ഞു, പാളോൻ പുരസ്കാരം എന്ന് പറഞ്ഞൊരു പുരസ്കാരമായിട്ട് നമുക്കത് നൽകാം എന്ന് പറഞ്ഞപ്പോൾ അഡ്മിൻ പാനൽ എല്ലാവരും അതിനെ പൂർണ്ണമായിട്ട് സഹകരിച്ചു. പ്രത്യേകിച്ചും രാജേഷ് സാറും സുധാകര സാറും ഒക്കെ വളരെ പോസിറ്റീവായിട്ട് അതിനെടുക്കുകയും ആ ഒരു അവാർഡ് വേണ്ട, കേരളത്തിൽ പ്രശസ്തനായിട്ടുള്ള ഏതെങ്കിലും സംഭവ സമുദായത്തിൽപ്പെട്ട അതോ അല്ലാത്തതുമായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു അവാർഡ് എന്നുള്ള ഒരു പുരസ്കാരം എന്നുള്ള ഒരു നിർദ്ദേശമാണ് വെച്ചെങ്കിലും പിന്നീട് ചർച്ചകൾ മാറി സംഭവർക്ക് മാത്രമായി കൊടുക്കാം. അതുമാത്രമല്ല, ഒരു പുരസ്കാരം മാത്രമല്ല, വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള പല വ്യക്തികൾക്കും അവാർഡ് നമുക്കൊരു പുരസ്കാരം നൽകി ആദരിക്കാം എന്ന് പറയുകയുണ്ടായി. അങ്ങനെയാണ് 1, 2, 5, 5, 10 അവസാനം 12 പുരസ്കാരങ്ങൾ വരെ നമ്മളിപ്പം ഇന്നുൾപ്പെടെയുള്ള ദിവസങ്ങളിൽ നമുക്ക് നൽകുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനിക്കത്തക്ക കാര്യമാണ്. അപ്പം പുരസ്കാര വേദിയിൽ നൽകുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യം പറഞ്ഞത്, എന്നെ ഈ പുരസ്കാരത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത്തരമൊരു നിർദ്ദേശം വെച്ചത് ഞാനാണ്. പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ തന്നെ സ്വീകരിക്കുന്നതിനകത്ത് ഒരു ഔചിത്യക്കുറവുണ്ട് എന്നുള്ള ഒരു കാരണത്താലാണ് ഞാനത് പറഞ്ഞത്. ഈ പ്രാവശ്യം എന്നോട് പറഞ്ഞു, ചേട്ടാ ഒരു ഫോട്ടോ തരണം എന്ന് പറഞ്ഞത് നമ്മുടെ സുജിത്താണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചെന്തിനാ? അപ്പം സാഹിത്യത്തിനുള്ള ഒരു പുരസ്കാരം ചേട്ടന് തരിക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അതെന്നെ അങ്ങ് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. പിന്നെയും പേര് വന്നപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിൽ തന്നെ ഇട്ട് എന്നെ അങ്ങ് ഒഴിവാക്കണമെന്ന്. പക്ഷേ അതുകൊണ്ട് തന്നെ അത് കാണത്തില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. പക്ഷേ വളരെ ആകസ്മികമായി എന്നെ വിളിച്ച് വീതിലോട്ട് കയറിയപ്പോൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം. ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. നമ്മൾ ഈ പാളോം ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സാഹോദര്യത്തിൻ്റെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ ഒരുപാട് അംഗങ്ങൾ പങ്കെടുക്കാനുണ്ട്. കേരളത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ഒരുപാട് വ്യക്തികൾ വരാനായിട്ടുണ്ട്. പലരും ഇന്നും ഗ്രൂപ്പിലെ ഒരംഗത്തിൻ്റെ കയറിത്താമസമാണ്, അതുകൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നത്. അപ്പം അത് വിളിച്ചു പറഞ്ഞു, ഞാനത് ഗ്രൂപ്പിൽ അറിയിക്കുന്നില്ല, വ്യക്തിപരമായിട്ട് മാത്രമേ അറിയിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ആ ഗ്രൂപ്പിൽ പരിപാടികൾ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഒരു വേദനിപ്പിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ ഇത്തരം പുരസ്കാരങ്ങൾ നൽകുമ്പോൾ പുരസ്കാരം ഒരു വ്യക്തിയെ നമ്മൾ പേഴ്സണലി വിളിച്ചല്ല, നമ്മൾ അവരുടെ വീട്ടിൽ ചെന്ന് ക്ഷണിച്ചുകൊണ്ടല്ല നമ്മൾ പുരസ്കാരം വിളിക്കുന്നത്. നമ്മൾ അവരോട് ഫോൺ ചെയ്ത് വിളിച്ച് പറയുകയാണ്, ഞങ്ങൾ ഇങ്ങനൊരു പുരസ്കാരം നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, താങ്കളത് സ്വീകരിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ
അവരത് സന്തോഷപൂർവ്വം സ്വീകരിച്ച് ആ പരിപാടിയുമായിട്ട് സഹകരിച്ച് ഇവിടെ വന്ന് സ്വീകരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അവർക്ക് വരാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ മറ്റൊരാളെ കൊണ്ടെങ്കിലും അവരത് മേടിപ്പിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മളിവിടെ പുരസ്കാര ജേതാവായിട്ട് ഒരാളെ പ്രഖ്യാപിക്കുമ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവരെ വീട്ടിൽ ചെന്ന് ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു വ്യക്തി നമ്മുടെ ആ പുരസ്കാരം നിരസിക്കുന്ന ഒരു സംഗതി, അത് സത്യം പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഒരുപാട് സങ്കടം തോന്നിയ ഒരു കാര്യമാണ്. നമ്മൾ ആരെയും അങ്ങനെ വ്യക്തിപരമായിട്ട് വിളിക്കുന്നില്ല, ആർക്കുമില്ല. നമ്മളുടെ സഹോദരങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. നമ്മളെ പലർക്കും സാമുദായികപരമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലോ നമുക്കൊന്നും വലിയ പുരസ്കാരങ്ങളോ അംഗീകാരങ്ങളോ നമ്മളിൽ പലർക്കും കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ കിട്ടുന്നവർ വളരെ അപൂർവമായിട്ടുള്ള വ്യക്തികളാണ്. പക്ഷേ ഇങ്ങനെ കിട്ടുന്ന ചില വ്യക്തികൾക്ക് നമ്മൾ കൊടുക്കുന്ന അംഗീകാരം നമ്മുടെ സഹോദരങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു ആദരവാണ്. അവരുടെ വിദ്യാഭ്യാസത്തിന് അല്ലെ അവരുടെ കഴിവിന് അവരുടെ കലയ്ക്ക് ഒക്കെ കൊടുക്കുന്ന ഒരു ആദരവാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ അവാർഡ് സ്വീകരിച്ചിട്ടുള്ള ഇന്ന് ഇവിടെ പുരസ്കാരങ്ങൾ സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ പ്രമോദ് വെളിയനാടെന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുന്ന പോലെയുള്ള പുരസ്കാരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണു തള്ളിപ്പോവും. എന്താ ഒരു മുറിക്കകത്ത് നിറച്ച് വെക്കുവാനായിട്ടുള്ള പുരസ്കാരമുണ്ട്. പക്ഷേ അദ്ദേഹം ഒന്നും ഒരിക്കലും ഒരു പുരസ്കാരത്തെയും ആര് കൊടുക്കുന്ന ഒരു അംഗീകാരത്തെയും തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങളെ അത് ഒരാൾ കൊടുക്കുമ്പോൾ അതിനെ തള്ളിക്കളയാൻ ശ്രമിക്കരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വളരെ ഒരു ചെറിയ ഒരു വാട്സാപ്പ് കൂട്ടമായിട്ട് മാത്രമായിട്ട് മാറി അത് മാത്രമായി ഒരുങ്ങേണ്ട ആ ഒരു കൂട്ടായ്മയെ ഇന്ന് കാണുന്ന തരത്തിലേക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞത് കുറേ പേരുടെ അധ്വാനത്തിൻ്റെ ഫലം കണ്ടാണ്. ഈ പ്രാവശ്യ കൂട്ടായ്മയിൽ നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത 2-3 വ്യക്തികളുടെ കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല. അഡ്മിൻ പാനലിൽ എല്ലാവരും ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും അധികമായിട്ട് ഇതിനായിട്ട് ഈ പ്രോഗ്രാം വിജയിക്കാനായിട്ട് എൻ്റെ 3 മാസക്കാലമായിട്ട് അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സുജിത്തും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സാബുകുമാർ സാറും അതുപോലെ രതീഷ് എം ഡി, ഇവരുടെ 3 പേരുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ ഇത്തരം ഒരു പരിപാടിയുടെ ഏറ്റവും വലിയ ഒരു വിജയമായിട്ട് മാറിയേക്കുന്നത്. ഇന്നലെ രാത്രി പോലും 2-3 മണിക്ക് വരെ സുജിത്ത് ഉറങ്ങാതിരുന്ന് അതിൻ്റെ വർക്കുകൾ തീർത്തിട്ട് വന്നാണ് അദ്ദേഹം എന്നോടൊപ്പം അവിടെ വന്ന് കിടന്ന് ഉറങ്ങുവാനായിട്ടുള്ള ആ മനസ്സ് കാണിച്ചത്. കാര്യം അത്ര ആത്മാർത്ഥതയോടുകൂടിയാണ് നമ്മൾ ഇതിനകത്ത് ഇടപെടുന്നത്. കൂടുതലും ആൾക്കാർ നമ്മുടെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുകയും നമ്മളിടുന്ന പദ്ധതികളിൽ നിങ്ങളെ കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാവണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും എനിക്ക് അപ്രതീക്ഷിതമായി പുരസ്കാരം സമ്മാനിച്ച പ്രിയ പാളം ഗ്രൂപ്പിലെ ഓരോ വ്യക്തികൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ മാതാപിതാക്കളുടെയും പേരിലുള്ള ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദിയും കടപ്പാടും എല്ലാവരോടും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു രാജേട്ടാ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ പോലെ തെകള 2024 പൊതുസമ്മേളനവും അവാർഡ് ദാനവും നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് സെഷനാണ്. ഇതിന് ശേഷം നമുക്ക് ഉച്ചഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരോടും ഒരു പ്രാവശ്യം കൂടി സൈന്ധവമൊഴി ബുക്സ് നമ്മുടെ സഹോദരനാണ്, അപ്പോൾ മറക്കണ്ട. അപ്പോൾ അടുത്തായിട്ട് ക്ഷണിക്കുന്ന കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് നമ്മുടെ പാളവൻ ഗ്രൂപ്പിൻ്റെ പ്രിയപ്പെട്ട അഡ്മിനായിട്ടുള്ള ശ്രീ സുധാകരൻ ചാർവാകൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിറഞ്ഞ കൈകളോടുകൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം, പ്ലീസ്. കൂടപ്പിറപ്പുകളെ, ഒരു സമയം ഇപ്പോൾ 1:30 ആയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കേണ്ട സമയമാണ്. പിന്നെ നാടൻ പാട്ടിൻ്റെ ഒരു അരങ്ങുണ്ടാവും ഇവിടെ. ഇപ്പോൾ എല്ലാവരോടും ഒരു കാര്യം പറയാം. ഈ പേര് സജസ്റ്റ് ചെയ്ത് ഞാനാണ്. ഈ പേരിങ്ങനെ ഗ്രൂപ്പിൽ വന്നപ്പോഴത്തേന് ഓരോരുത്തർ പേരിടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് തെകള എന്നാണ് പറയുന്നത്. അതായത് ചങ്കെന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അതാണ് ചങ്ക്. ഓരോരുത്തർ വരുമ്പോഴത്തേന് കെട്ടിപ്പിടിച്ച് 2 നെഞ്ചുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന ഒരു വികാരം എന്ന് പറയുന്ന അതാണ് ഈ തെകളയെന്ന് പറയുന്നത്. ഹൃദയം എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ സംസ്കൃത വാക്കാണ്. ചങ്കെന്നാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അത് പറയുന്നത് തെകള എന്നാണ്. തെകള ഇടിപ്പെന്നൊക്കെയാണ് ചങ്കിടിപ്പെന്നൊക്കെ പറയുന്നത്. അപ്പം ആ പേര് അന്വർത്ഥമാണെന്ന് ഞാനും കരുതി. പക്ഷെ എന്തായാലും ബാക്കി എല്ലാവരും കൂടെ അതങ്ങ് അംഗീകരിച്ച് ഈ പ്രോഗ്രാമിന് അങ്ങനെ ഒരു പേര് തന്നെ ഫിക്സ് ചെയ്തു എന്നുള്ളതാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ സമയം വൈകിയത് കൊണ്ട് തന്നെ ഓരോരുത്തരോടും നന്ദി പറയുന്നില്ല. നന്ദി പറയാനാണെങ്കിൽ എല്ലാവരോടും നന്ദി പറയേണ്ടതാണ്. പുരസ്കാരം വാങ്ങിക്കാൻ സന്മനസ് കാണിച്ചവരോടും ഇതിൻ്റെ വേദിയിൽ ഇരിക്കുന്ന എല്ലാ മനുഷ്യരോടും, പ്രത്യേകിച്ച് കോമല്ലൂരിനെ പോലെയൊക്കെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് നമ്മുടെ ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ സഹകരിച്ച കോമല്ലൂരിനും, അധ്യക്ഷനായ
രാജേഷ് സാറിനോടും അയ്യോ സോറി ഞാനോർത്ത് സാറ് പോയെന്ന് കെ സദാനന്ദൻ സാറ് വന്ന് ഇതിൻ്റെ എന്താ പറയുന്നത് ഇത് അത്രയും സജീവമായിട്ട് അത്രയും എന്താ പറയുക ചങ്കോട് ചേർത്ത് നിർത്തുന്ന ഒരു സാറൊക്കെയാണ്. അദ്ദേഹത്തെ ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ, സോറി സാർ. അങ്ങനെയാണ് എല്ലാവരോടും അങ്ങ് നന്ദി പറയുകയാണ്. കാര്യം വെച്ചാൽ ഇനി ഭക്ഷണം കഴിക്കാൻ സമയമായിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോകുന്നു. ഓരോരുത്തർ പറയേണ്ട ഒരു കാര്യമല്ല. ഭാഷ എങ്ങനെയാണ് നമ്മൾ രൂപപ്പെടുകയും നമ്മുടെ ഭാഷയിൽ നിന്ന് പൊതുരംഗത്തേക്ക് ഒരുപാട് ഭാഷകൾ വളർന്നിട്ടുണ്ട്, കടമെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഷകളും അങ്ങനെ തന്നെയാണ്. അത് നോക്കുമ്പോൾ ഇംഗ്ലീഷ് ഉൾപ്പെടെ ഷേക്സ്പിയറിൻ്റെ കാലത്ത് 280 വാക്ക് മാത്രമേ ഷേക്സ്പിയർ ഉപയോഗിച്ചുള്ളൂ. ഇന്ന് ബ്രിട്ടാനിക്കയിൽ നോക്കുമ്പോൾ 8 ലക്ഷം വാക്കുകളാണ്. നിരന്തരം ഇത്തരം നടക്കുന്നൊരു ലിംഗ്വിസ്റ്റിക് ഹിസ്റ്ററി എന്നൊക്കെ പറയുന്ന ഒരു വലിയ പഠന ശാഖയുണ്ട്. അത് നോക്കുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. 280 നിന്നും 8 ലക്ഷത്തിലേക്ക് വളർന്നൊരു ഭാഷയാണ് ഇംഗ്ലീഷ്. അങ്ങനെ എല്ലാ ഭാഷയും പോയറ്റിക്കായിട്ടുള്ള ഭാഷകളുണ്ട്. അതുപോലൊരു ഭാഷ തന്നെയായിരുന്നു പാളവന്മാർ കൈകാര്യം ചെയ്തുകൊണ്ടൊരു ഭാഷ. അത് ഗൂഢഭാഷ എന്നൊക്കെ പറയുന്നതല്ല, അതൊരു ജനതയുടെ അതിജീവനത്തിൻ്റെ ഭാഷയാണ്. ഒരു ജനത എങ്ങനെയാണ് അതിജീവിക്കാൻ വേണ്ടി ഭാഷ ഉപയോഗിക്കുന്നത്. അത് നരവംശാസ്ത്രമൊക്കെ എനിക്കൊരു പ്രത്യേക താല്പര്യമുള്ളൊരു മേഖലയായതുകൊണ്ട് നരവംശാസ്ത്രത്തിൽ അത് പറയുന്നുണ്ട്. അത് വളരെ കൃത്യമായ ലിംഗ്വിസ്റ്റിക് സ്റ്റഡിയും കൂടിയാണ്. ആർക്കൈവ്സ് പോലെ തന്നെ ലിംഗ്വിസ്റ്റിക് സ്റ്റഡിയും കൂടെ നടത്തിയിട്ടേ നരവംശാസ്ത്രത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ പങ്കെടുത്തവരോടും പുരസ്കാരം വാങ്ങിക്കാൻ കനിവ് കാണിച്ചവരോടും എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു. അപ്പോൾ സുധാകരൻ സാറിൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് എൻ്റെ വക എല്ലാവർക്കും ഒരു നന്ദി എക്സ്ട്രാ പറഞ്ഞുകൊണ്ട് നമുക്ക് ഉച്ചഭക്ഷണത്തിന് വേണ്ടി പിരിയാം. അതിനുശേഷം നമുക്കിവിടെ